ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഹാജിമാർ. മിനായിലേക്ക് ഹാജിമാർ പുറപ്പെട്ടു തുടങ്ങുകയും അവിടെ വിവിധ തമ്പുകളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് ഘട്ടം ഘട്ടമായി ഓരോ സമയം ഹാജിമാർക്ക് നൽകിയിട്ടുണ്ട്. ആ സമയത്തിനനുസരിച്ച് ഹാജിമാർ ബസ് മാർഗമാണ് മിനായിലേക്ക് പുറപ്പെടുന്നത്. നിലവിൽ ഹാജിമാർ അവരുടെ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ അവരുടെ കെട്ടിടങ്ങളിലേക്ക് ബസ്സുകൾ എത്തുകയാണ് ചെയ്യുക. ഇവിടെ നിന്നും അവരെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്ന രീതി. നാളെ ഉച്ചവരെ ഹാജിമാരെ ഈ തരത്തിൽ മിനായിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ആഭ്യന്തര ഹാജിമാർ നേരിട്ട് മിനായിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാരും അതേപോലെ തന്നെ നേരെ മിനായിലേക്ക് എത്തുകയാണ് ചെയ്യുക. ബാക്കിയുള്ള ഹാജിമാർ അറഫ ദിനത്തിൽ രാവിലെ നേരെ അറഫയിലേക്ക് എത്തുന്ന രീതിയുമുണ്ട്. ഈ ഒരു തരത്തിൽ ഹജ്ജിന് മുന്നോടിയായി ഹാജിമാരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. അറഫയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അത് ശനിയാഴ്ചയാണ്. അതിന് മുന്നോടിയായി നാളെ വെള്ളിയാഴ്ച മുഴുവൻ ഹാജിമാരും മിനായിൽ സംഗമിക്കും. നാളെ ഹാജിമാർക്ക് ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ദിവസമാണ്. അവിടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമായി ഹാജിമാർ കഴിഞ്ഞുകൂടും. നിലവിൽ വിവിധ ഘട്ടങ്ങളിലായി ഹാജിമാർ മിനായിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് ഹജ്ജിനായി മിനായിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഹാജിമാരാണ്. ഏതൊരു തരത്തിലാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്? എത്ര മണിക്കാണ് പുറപ്പെടാൻ അറിയിച്ചിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രാത്രി 11 ബസ് വരും എന്നാണ്. അതിനുവേണ്ടി തയ്യാറായി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചു, ഇറാമിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഹജ്ജിലാണ് ഇപ്പോൾ ഉള്ളത്. സമയം 11 നമ്മൾ അടിയിലേക്ക് ഇറങ്ങും. ഈ ഒരു തരത്തിൽ ഘട്ടം ഘട്ടമായി ഹാജിമാർ മിനായിലേക്ക് പോകും. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഹാജിമാരെ സംബന്ധിച്ച് ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങൾ, ഇനിയുള്ള 4 ദിനവും ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളുള്ള ദിനമാണ്. എന്താണ് ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഏതൊരു തരത്തിലാണ് ഒരുങ്ങിയിട്ടുള്ളത്? ദൈവത്തിന് സ്തുതി പറയട്ടെ. ആദ്യം തന്നെ തീർച്ചയായും ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. ഒപ്പം തന്നെ ഹജ്ജിനെത്തിയ ഹാജിമാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതിഥികളാണ്. അതുകൊണ്ട് തന്നെ അവർ നിർഭയരുമാണ്. എല്ലാവിധ പ്രയാസകരമെന്ന് തോന്നുന്ന വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെ ലഘുവായിട്ടും ലളിതമായി ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ അതിഥികൾക്ക് അയാൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു ദൂതനെ പോലെ ഏതെങ്കിലും സഹായികളെത്തും. ഇതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം. തീർച്ചയായും ഇനിയുള്ള അടുത്ത പരിപാടികളിലും കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ചൊല്ലൽ പ്രധാനമല്ല, ഇത് ചെയ്യൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ത്യാഗമുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. എങ്കിലും അത് ലഘൂകരിക്കാനായി പ്രാർത്ഥിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ദുൽഹജ്ജ് 9 അറഫ ദിനമാണ്. ഈ അറഫ എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് എന്ന് മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും. അതാണ് തീർച്ചയായും ഈ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്, അത് അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതോടൊപ്പം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഹജ്ജ് സംഘത്തോടൊപ്പമുണ്ട്. ഒരു ഹാജിയായി എത്തിയിരിക്കുന്നത് ഒരു ഡോക്ടർ കൂടിയാണ്. എന്താണ് ഹജ്ജിന് ആരോഗ്യപരമായിട്ടുള്ള ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? എന്തൊക്കെയാണ് ഹാജിമാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്? മക്കയിൽ ആദ്യമായിട്ട് ഇപ്പോൾ ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ അനുബന്ധമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ ഹജ്ജിമാർക്കും ആരോഗ്യവകുപ്പിൽ നിന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല കുടിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കാൻ മുതലായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പാനിക് ആണ് ഹജ്ജിമാർക്ക് ഇടയിലുള്ളത്. അതിനുവേണ്ടി എല്ലാവിധ ക്ലാസ്സുകളും മറ്റതും ഇവിടുന്ന് ഇമാമുമാരും മറ്റും നൽകുന്നുണ്ട്. ഈ തരത്തിൽ പൂർണ്ണമായിട്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഉപ്പ എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത്? എല്ലാം മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം സന്തോഷമാണ്. പിന്നെ ഇത് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പ്രയാസരഹിതമായിട്ട് തോന്നുന്നു. മക്കയിൽ നിന്നും അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരുന്നത്. ഹാജിമാരെല്ലാം തന്നെ മിനായിൽ എത്തി തുടങ്ങിയിരിക്കുന്നു. മിനായിലേക്ക് ഹാജിമാർ, മലയാളി തീർത്ഥാടകർ മിനായിലേക്ക് പുറപ്പെട്ടു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും അഫ്താബ് റഹ്മാൻ നൽകിയത്.